അല്ല, ഇനി അങ്ങോട്ടേക്കെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ പ്ലാനില്ല. ഞാൻ പറഞ്ഞില്ലേ, 5 കൊല്ലത്തെ പ്ലാനിൽ ഒരു 10 മോഡ്യൂൾസ് ഉണ്ട്. അതിൽ നിന്ന് ഞാൻ 3 മോഡ്യൂള് നടപ്പിലാക്കിയാൽ മതി. 3 മോഡ്യൂൾ എനിക്ക് അടുത്ത 5 വർഷം ഉറപ്പിക്കാം. അല്ലെങ്കിൽ എൻ്റെ പിൻഗാമി ആരാണോ ആ പിൻഗാമിക്ക് വേണ്ടി എനിക്കത് ഉറപ്പിച്ചെടുക്കാൻ സാധിക്കും. വഞ്ചിക്കില്ല, ചതിക്കില്ല, പറഞ്ഞ വാക്കിൽ നിന്ന് മാറില്ല, ഉറപ്പ്. ഇത് മറ്റവരുടെ മുഷ്ടി ചുരുട്ടലല്ല കേട്ടോ. ഒരു മറുപടിയില്ല. അവരൊക്കെ ഇന്ന് സമാധാനമായിട്ട് ഉറങ്ങാൻ സാധിക്കട്ടെ. പിന്നെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ ഉന്നയിച്ചത്, ഞാൻ എൻ്റെ നേതാക്കളോട് 2 പേരോടും പറഞ്ഞിട്ടുണ്ട്. രാജ്നാഥ് സിംഗ് ജിയോട് പറഞ്ഞിട്ടുണ്ട്, ഇത് ഉറപ്പിച്ചതാണെന്ന് പറഞ്ഞ നിർമ്മലാ സീതാരാമൻ ജിയോട് പറഞ്ഞിട്ടുണ്ട്, അശ്വിനി വൈഷ്ണവ് ജി എടുത്ത് പറഞ്ഞിട്ടുണ്ട്, അനുരാഗ് ഠാക്കൂർ ജി എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇവരൊക്കെയാണ് എൻ്റെ സുഹൃത്തുക്കൾ. അപ്പോൾ അല്ല, കൈരളിയാണോ? ആണോ? അപ്പോൾ അല്ല, ഞാൻ കളിയാക്കിയതല്ല കേട്ടോ. അങ്ങനെ ചോദ്യം വരണമെങ്കിൽ അവിടെ നിന്നാണ് വരേണ്ടത്. അതുകൊണ്ട് ഇത് എനിക്ക് കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്. എനിക്ക് കലയെന്ന് പറയുന്നത് എൻ്റെ പാഷനാണ്. ആ പാഷൻ മങ്ങില്ല. എനിക്ക് പാട്ട്, സിനിമാഭിനയം, എനിക്കിനിയും നാഷണൽ അവാർഡ് കിട്ടണം, അങ്ങനെയൊക്കെയുള്ള ആ ഒരു വ്യഗ്രതയുള്ള കലാകാരൻ തന്നെയാണ് ഞാൻ. ഉറപ്പായിട്ടും കിട്ടുമല്ലോ. ഞാൻ MP ആയിരിക്കുന്ന സമയത്ത് ഞാൻ സിനിമ ചെയ്തില്ലേ? ചെയ്യും. അത്രയും പണിയെടുക്കണം, അതെടുക്കും. എന്നെ ബൂത്ത് തലത്തിൽ കൊണ്ടു നടന്ന ഒരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. അത്രയും ഞാൻ അധ്വാനിച്ച് ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ അവിടുത്തെ പ്രവർത്തകരുടെ മുഴുവൻ നടുവൊടിക്കും. അവരിനി എല്ലാ മണ്ഡലത്തിലും പ്രവർത്തിച്ച് ജനങ്ങളുടെ ആവശ്യങ്ങൾ ക്രോഡീകരിക്കപ്പെട്ട് 3 മാസ അടിസ്ഥാനത്തിൽ എനിക്ക് റിപ്പോർട്ട് നൽകി സാങ്കേതികമായി സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ അവിടെ തൃശ്ശൂരുണ്ടാവും. എനിക്കറിയത്തില്ല, അന്ന് അവിടെ വന്ന എണ്ണം, അന്ന് അവിടെ ഒരു കുട്ടിയെ കാണാതായിട്ട് അതിനെ തപ്പി കാട്ടിലേക്ക് പോയിരിക്കുക. എന്നിട്ട് അവിടെ വന്ന എണ്ണം എത്രയാണ്? അതിൽ എത്ര പേർക്ക് ഞാനും ഇഡ്ഡലി വിളമ്പി കൊടുത്തിട്ട് അവരുടെ കൂടെ നിന്ന് ഇഡ്ഡലി കഴിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് പുറത്ത് വന്നപ്പോൾ ആദിവാസി സഹോദരങ്ങളാണ് പറഞ്ഞത്, ഇവിടെ ഒരു 27 വോട്ടുണ്ട് ചെറുപ്പക്കാരുടെ, ചേർത്തിട്ടില്ല എന്ന് പറഞ്ഞു. ഇപ്പോഴും ഞാൻ ചൂടാവും, ഇനിയും ഞാൻ ദേഷ്യപ്പെടും. അതെന്നെ അമിത്ഷാജിയാണ് പഠിപ്പിച്ചത്. എന്തേ? ഇതേ പ്രവർത്തകർ പറയട്ടെ അവർക്ക് വിഷമമുണ്ടെന്ന്. അവരെ നിർത്തിപ്പൊരിക്കുന്നത് ഞാൻ കണ്ടതാണ്. എന്നെ തൃശ്ശൂർ വന്ന് ലോഞ്ച് ചെയ്തതിൻ്റെ അന്ന് രാത്രി ഈ ശക്തി കേന്ദ്ര നേതാക്കളുടെ ഒരു മീറ്റിംഗ് വെച്ചിട്ട് അവരെ നിർത്തിപ്പൊരിച്ചു, കളഞ്ഞിട്ട് പൊയ്ക്കോളാനാണ് പറഞ്ഞത്.